റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടോ? അതാണ് പ്രധാനമായിട്ടും ചിലർക്കൊക്കെ അറിയേണ്ടത്. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചില കാര്യങ്ങൾ പടച്ചുവിടും. അത്തരത്തിൽ പടച്ചുവിട്ട ഒന്ന്, അമേരിക്കയുടെ താരിഫിൽ ഭയന്നിട്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങുന്നില്ല എന്നുള്ളതാണ്. അതിനവർ കാര്യകാരണങ്ങളൊക്കെ നിരത്തി വിശദമായിട്ടുള്ള റിപ്പോർട്ടും ഒക്കെ പുറത്തോട്ട് വിടുന്നുണ്ട് കേട്ടോ. അവരെ തെറ്റു പറയാൻ പറ്റില്ല, അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയായിരിക്കും. പക്ഷേ പുടിൻ ഇന്ത്യയിലേക്ക് എത്തിയതോടുകൂടി ഈ ഒരു ആശങ്ക ഇവർക്കൊക്കെ വളരെ അധികം കൂടിപ്പോയി എന്നുള്ളതാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു റിപ്പോർട്ടും പുറത്തു വരികയാണ്. അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഏതാണ്ട് 5.4 ദശലക്ഷം ടൺ ക്രൂഡ് ഓയിലാണ്. ഈ ക്രൂഡ് ഓയിൽ വാങ്ങിയിരിക്കുന്നതിൻ്റെ ഇപ്പോഴത്തെ ഈ പുറത്തു വന്ന കണക്ക് എന്ന് പറയുന്നത് 2025 ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്കാണ്. ഇപ്പോൾ ഈ പറഞ്ഞ 5.4 ദശലക്ഷം ടൺ എന്നുള്ളത്. അതിനുശേഷമുള്ള കണക്കുകൾ ഇനി വരാനിരിക്കുന്നുണ്ട്. ഇത് CREA റിപ്പോർട്ടാണ് കേട്ടോ. സെൻറ്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയറിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് ഇത്രയും ക്രൂഡ്, ദശലക്ഷം ക്രൂഡ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയെന്ന് പറയുന്നത്. ഇത് എത്തിച്ചതാകട്ടെ 30 കപ്പലുകളിലായിട്ടാണ്. 2.1 ബില്യൺ യൂറോ വിലമതിക്കുന്നതാണ് ഈ ഇറക്കുമതി എന്ന് പറയുന്നത്. അപ്പോൾ 5.4 ദശലക്ഷം ടൺ റഷ്യൻ ക്രൂഡ് നമ്മൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഉപരോധം, കപ്പൽ മാർഗത്തിലെല്ലാം ഉപരോധമൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. ഈ ഉപരോധങ്ങളെ എങ്ങനെ മറികടന്ന് ഇത് ഇവിടെ എത്തിച്ചു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഷാഡോ ഫ്ലീറ്റ് എന്ന് പറയും. നമ്മൾ പറയാറുണ്ട് ഗോസ്റ്റ് ഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതായത് ഈ കപ്പൽ മാർഗം ഇത്തരത്തിലുള്ള മറ്റു രാജ്യങ്ങളുടെ ഫ്ലാഗ് എല്ലാം വെച്ചുകൊണ്ട്, നമ്മൾ പറയില്ലേ ചില തട്ടിപ്പുകളൊക്കെ നമ്മൾ വാഹനത്തിലൂടെ കടത്തുമ്പോഴും നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റിയിട്ട് നടത്തുന്ന ഒരു ചെറിയ പരിപാടി ഉണ്ടല്ലോ, ആ കാര്യം തന്നെയാണ് ഷാഡോ ഷിപ്സ് നടത്തുന്നത്, ഗോസ്റ്റ് ഷിപ്സ് നടത്തുന്നത്. ഈ ഷാഡോ ഷിപ്പ് 30 എണ്ണം വഴിയാണ് ഇത്തരത്തിൽ ഇന്ത്യക്ക് റഷ്യ ക്രൂഡ് കൊണ്ടുവന്നത് എന്നുള്ള റിപ്പോർട്ടാണ് ഈ പുറത്തു വന്നത്. ഈ ഇന്ത്യയും റഷ്യയും തമ്മിൽ പുതിയ കരാറുകളൊക്കെ ഒപ്പിട്ടതിൽ പ്രത്യേകിച്ച് 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളും ബോംബറുകളും ഒക്കെയും നിർമ്മിക്കുന്നതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ആ വാർത്തകൾക്കിടയിലേക്ക് ഈ വാർത്ത കയറി വരുമ്പോൾ നമ്മൾ അന്ന് ആലോചിച്ചു നോക്കണം, അമേരിക്കയുടെ ഈ താരിഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അമേരിക്കയ്ക്ക് മുമ്പിൽ തല കുനിച്ചു എന്ന് വിചാരിക്കാൻ പോലും നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം ഇപ്പോൾ ഇന്ത്യ അതിൻ്റെ സ്വാഭിമാനത്തിൻ്റെ ഏറ്റവും മൂർത്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ അമേരിക്ക പറയുന്നതിനനുസരിച്ച് അങ്ങോട്ട് ചാടിക്കളിക്കട തുള്ളി കൊച്ചുരാമ എന്ന് പറയുന്നതിനനുസരിച്ച് ചാടുന്ന ഒരു ഗവൺമെൻറ് അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. റഷ്യയുമായിട്ടുള്ള നമുക്കുള്ള ബന്ധം എന്ന് പറയുന്നത് എത്രയോ കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്, വിശ്വസിക്കാവുന്ന ബന്ധവുമാണ്. അപ്പോൾ ഈ ക്രൂഡ് ഇവിടെ എത്തിക്കുമ്പോൾ ഇതിന് തടയിടാൻ വേണ്ടി പല കളികളും G7 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഒക്കെ കളിക്കുന്നുണ്ട്. ഈ G7 രാജ്യങ്ങളുടെയും EUവിൻ്റെയും ഒക്കെ വീണ്ടും ഈ സമുദ്ര മേഖലയിൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങളുമൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊന്നും അറിയാതെയാണോ റഷ്യയും ഇന്ത്യയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക? ഈ ഉപരോധങ്ങളെല്ലാം നിലവിലുള്ള ഉപരോധങ്ങളെല്ലാം നിലനിൽക്കെ 30 കപ്പലുകളിൽ ഇത്രയും 5.4 ദശലക്ഷം ടൺ റഷ്യൻ ക്രൂഡ് ഇവിടെ എത്തിക്കാം എന്നുണ്ടെങ്കിൽ അത് പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, അത് എത്തിക്കാനുള്ള ചങ്കുറപ്പുണ്ടോ എന്നുണ്ടെങ്കിൽ ഇതിനെയും നമ്മൾ മറികടക്കും എന്നുള്ളത് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. നോക്കൂ, ചൈന, തുർക്കി എന്നിവർക്ക് കൂടി റഷ്യ ഈ ക്രൂഡ് നൽകുന്നുണ്ട്. ഈ പറയുന്ന അമേരിക്കയും യൂറോപ്യൻ യൂണിയനും എല്ലാം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്, ആണവ ഇന്ധനം വാങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് പുടിൻ ഇവിടെ വന്ന് നിന്ന് വളരെ ധൈര്യത്തിൽ പറഞ്ഞത്, അമേരിക്കയ്ക്കാകാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്കായിക്കൂടാ? ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ കഴിയാത്തത്? അങ്ങനെ പറയുന്നത് ശരിയല്ല. റഷ്യയുടെ ന്യൂക്ലിയർ റിയാക്ടർ സമ്പർക്കത്തിലുള്ള എണ്ണ അമേരിക്കയ്ക്ക് നൽകുന്നത് പുകഴ്ത്തി വലിയ വിവാദമാണ് ഉണ്ടായത്. ഇന്ത്യക്ക് എണ്ണ ഇറക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ തടസ്സം നിൽക്കുന്നുവെന്ന് പ്രത്യേകിച്ച് പറയുകയാണ് പുടിൻ. അപ്പോൾ
തടസ്സം നിൽക്കുന്നത് G7 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനുമാണ്. ഈ റിലയൻസ് കമ്പനിയുടെ റിഫൈനറികൾ ഉപയോഗിച്ചു റഷ്യയുടെ എണ്ണ പ്യൂരിഫൈ ചെയ്ത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. നമ്മൾക്ക് വളരെ കുറവിൽ എണ്ണ കിട്ടുന്നു, നമ്മളത് ശുദ്ധീകരിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ നല്ല വില കിട്ടുമ്പോൾ കൊടുക്കുന്നു. കച്ചവടം അറിയാവുന്ന ഒരു കച്ചവടക്കാരൻ ചെയ്യുന്ന അതേ രീതിയെ നമ്മളും ചെയ്തിട്ടുള്ളൂ. ഈ ഒരു തുരങ്കം വയ്പ്പിന് ഒരു എന്താ പറയാ, ഒരു ഉപായം കൂടി കണ്ടെത്തിയതിനു ശേഷമാണ് ഇവിടെ നിന്ന് പുടിൻ റഷ്യയിലേക്ക് തിരിച്ചു പോയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ, അതായത് യൂറോപ്യൻ യൂണിയനും G7 രാജ്യങ്ങളും ഒക്കെയും ഇതിന് വിലങ്ങുതടിയായിട്ട് വരുന്നുണ്ട്. അതായത് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇവർ സ്വാഭാവികമായി, ഇത് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇവർക്കിത് മനസ്സിലാവുകയും ഇതിനെ എങ്ങനെ ഇല്ലാതെയാക്കാമെന്നുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് ആദ്യത്തെ 9 മാസങ്ങളിൽ 113 റഷ്യൻ കപ്പലുകൾ ഷാഡോ ഫ്ലീറ്റ് വഴി റഷ്യയുടെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ 13% വഹിച്ചുവെന്നാണ് പറയുന്നത്. അതിൽ 30 ഷിപ്പുകളാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയെ മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്ക് കൂടി കൊടുക്കുന്നുണ്ട്. ആ ചില രാജ്യങ്ങളിലേക്ക് ബാക്കിയുള്ള ശതമാനം ഷിപ്പുകളും എണ്ണയുമായിട്ട്, അസംസ്കൃത എണ്ണയുമായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഈ കണക്ക് സൂചിപ്പിക്കുന്നുണ്ട്. വ്യാജ പതാക നിയമങ്ങൾ ഒക്കെയും UN സമുദ്ര നിയമ കൺവെൻഷന്റെ ആർട്ടിക്കിൾ 94 ലംഘിക്കുന്നു എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയനും UK ഒക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനും G7 സ്വാഭാവികമായും ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഈ സമ്മർദ്ദം എത്രത്തോളം കൂടുന്നുവോ, മറ്റു രാജ്യങ്ങൾക്ക് നേരായ വഴി എങ്ങനെ കൊടുക്കാൻ സാധിക്കാതിരിക്കുന്നുവോ, അപ്പോൾ അത്രയും സമ്മർദ്ദത്തിൽ ഈ ഷാഡോ ഫ്ലീറ്റുകളുടെ എണ്ണം കൂട്ടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, G7 രാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും ഒക്കെ ഇത്തരത്തിലുള്ള സമ്മർദ്ദത്തെ മറികടക്കാനായിട്ട് നമ്മൾ പുതിയൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് കിഴക്കൻ ഇടനാഴി വഴിയാണ്. അപ്പോൾ ഇതിന് ഏതാണ്ട് 10,370 കിലോമീറ്റർ നീളമാണ് ഉള്ളത്. 24 ദിവസം കൊണ്ട് ഇന്ത്യൻ കപ്പലിന് റഷ്യയിൽ എത്താൻ പറ്റും ഈ വഴി. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ റൂട്ട് സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പടിപടിയായി നടത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 24 ദിവസം കൊണ്ട് സാധാരണ നിലയിൽ ഏത് രീതിയിലാണോ നമ്മൾ നിലവിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ എന്ന് പറയുന്നത് റഷ്യയിലേക്ക് 16,060 കിലോമീറ്റർ ദൂരവും 40 ദിവസവും നമുക്ക് എടുക്കും റഷ്യയിലേക്ക് എത്താനായിട്ട്. നിലവിൽ നമ്മൾ പോകുന്ന സൂയസ് ഉൾപ്പെടെയുള്ള ആ ഒരു ഇടനാഴി വഴിയൊക്കെ കടന്നു പോകുമ്പോൾ ഇത്രയും ദിവസം എടുക്കും. അപ്പോൾ പുതിയ റൂട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അതിന് ഏതാണ്ട് 10,370 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഏതാണ്ട് 24 ദിവസം കൊണ്ട് അവിടെ റഷ്യയിൽ എത്താനും പറ്റും. അപ്പോൾ പുതിയ റൂട്ട് ഏകദേശം 5,700 കിലോമീറ്റർ ദൂരം കുറവാണ്. കൂടാതെ ഏതാണ്ട് 16 ദിവസത്തോളം നമുക്ക് യാത്രാ ലാഭവും ലഭിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് പോകുന്നത്? ചെന്നൈയിൽ നിന്ന് മലാക്ക കടലിടുക്കിൽ നിന്ന് ദക്ഷിണ ചൈന കടൽ, ജപ്പാൻ കടൽ വഴിയാണ് വ്ളാഡിവോസ്റ്റോക്കിലേക്ക് ഈ റൂട്ട് വഴി ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് എത്തിച്ചേരാൻ ആവുക. അപ്പോൾ പ്രവർത്തനക്ഷമമായിട്ടുണ്ടെങ്കിൽ എണ്ണ മാത്രമല്ല, വാതക വിതരണവും കൽക്കരി, യന്ത്രങ്ങൾ, ലോഹങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏത് തരത്തിലുമുള്ള കൊടുക്കൽ വാങ്ങലുകളും പിന്നീട് ഈ വഴിയായി മാറും. ഇനി മറ്റൊരു ഓപ്ഷൻ കൂടി വേണമല്ലോ. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി സ്വാഭാവികമായും വേണം. അപ്പോൾ ആ ഒരു വഴി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ആണ്. ഇതിന് ഏതാണ്ട് 7,200 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. മുംബൈയിൽ നിന്ന് ഇറാനിൽ നിന്ന് അസർബൈജാൻ വഴി റഷ്യയിലെ വോൾഗോഗ്രാഡുമായിട്ട് ബന്ധിപ്പിക്കുന്നു. യാത്രാ സമയം ഏതാണ്ട് 25-30 ദിവസമായിട്ട് കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വഴികൾ നമ്മളിവിടെ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. റഷ്യയുടെ നിയന്ത്രണത്തിൽ ആകെയുള്ളത് 1,404 ഷാഡോ ഷിപ്പുകളാണ് ഉള്ളത്. ഈ 1,404 എണ്ണവും ലോകത്തിലെ എണ്ണ ഗതാഗതത്തിനായിട്ടുള്ള പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഷാഡോ ഷിപ്പുകളുടെ ഉടമസ്ഥാവകാശവും സ്രോതസ്സുകളും അന്യോന്യം അറിയപ്പെടാൻ പറ്റാത്ത രീതിയിലേക്കാണ് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ കീഴിലുള്ള
മിലിറ്റന്റ് ഗ്രൂപ്പുകളും ഈ ഷാഡോ ഷിപ്പുകളുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഈ നമ്മൾ പറഞ്ഞ ഈ റഷ്യ വ്ളാഡിവോസ്റ്റോക്ക് മുതൽ പുതിയൊരു റൂട്ട് വന്നിട്ടുണ്ട്. ഇത് എണ്ണ ഗതാഗതത്തിന് കൂടുതൽ സുരക്ഷ നൽകുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ സുരക്ഷയും ഷാഡോ ഷിപ്പ് വഴിയാണെങ്കിലും നമ്മൾ എണ്ണ മാത്രമല്ല ഈ വഴി എത്തിക്കുക, കൂടുതൽ കച്ചവട താല്പര്യം അർത്ഥമുള്ള സാധനങ്ങളെല്ലാം തന്നെ, കൊടുക്കൽ വാങ്ങലുകളെല്ലാം തന്നെ ഈ വഴി തന്നെ ആക്കി മാറാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ഇന്ത്യയുടെ കപ്പൽ വ്യവസായവും ടാങ്കർ ഉടമകൾ എന്നിവയുടെ പങ്ക്, ഇന്ത്യയുടെ ആഭ്യന്തര ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ എന്നിവയൊക്കെ ഈ സാഹചര്യത്തിൽ നിരീക്ഷിച്ച് നോക്കുകയാണ്. ഈ ഒരു കോറിഡോർ എന്ന് പറയുന്നത് നമുക്ക് വളരെ വലിയ ഒരു രീതിയിൽ ഈ ഒരു മേഖലയിൽ മുൻതൂക്കം നൽകാൻ പോകുന്നവയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും G7 രാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും ഉപരോധങ്ങളെ മറികടക്കാൻ പോന്നിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള വഴികളും ഉപായങ്ങളും കണ്ടെത്തിയതിനു ശേഷം തന്നെയാണ് പുടിൻ ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ടുള്ളത്. ഈ ഉപരോധങ്ങളൊന്നും ഇനിയും തുടർന്നുള്ള കാലയളവിലും കച്ചവടത്തെ ബാധിക്കില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി, രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം, മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ, ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആ സഹായം വേണ്ടത് രണ്ട് തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു. നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് ഒരു നിമിഷം മതി. സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു. നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടണാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ 2-3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും. താല്പര്യമുള്ളവർ, കഴിവുള്ളവർ, ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ, ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ, ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത്. ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം. ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ.